ഹായ് ഹലോ എല്ലാവർക്കും ഐലൻഡ് മീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ശരിക്കും നാളെ എന്ത് കോണ്ടന്റ് ഇടും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഇന്ന് രാത്രി വീട്ടിലൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഒരു ലക്ഷദ്വീപിലത്തെ ഒരു ചെറിയ ആചാരം ഒക്കെ പോലെ ഒരു ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്ന ഒരു ഒരു ട്രഡീഷണൽ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം എന്നുവെച്ചാൽ നമ്മൾ ഇതിനെ തിക്കർ എന്ന് പറയും. അപ്പോൾ തിക്കർക്കാരെ വീട്ടിലേക്ക് വിളിക്കുന്നതാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ വീട് താമസം തുടങ്ങിയ ആ വർഷം മുതൽ 2 പള്ളിക്കാരെ ഇവിടെ തിക്കറിന് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കപ്പാടാണ് എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്നത്. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം ഈ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. കാര്യം ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഇങ്ങനെ ഒരു ട്രഡീഷനൊക്കെ ഫോളോ ചെയ്യുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു ട്രഡീഷൻ ഏതെങ്കിലും നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലക്ഷദ്വീപിലത്തെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ചിലപ്പോൾ പുതുമയുള്ളതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി നമ്മുടെ വീടൊക്കെ ഇങ്ങനെ റെഡിയാക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഹാള് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, മറ്റു വീഡിയോയിലൊക്കെ സോഫയൊക്കെ ഇവിടെയായിരുന്നു സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ നിരനിരയായിട്ടിരിക്കും. അതെന്തായാലും നിങ്ങൾ കാണും ഈ വീഡിയോയിൽ. പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കും. ഇപ്പോഴും ഈ നിലവിളക്ക് സമ്പ്രദായം ഇവിടെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തിരി കൊളുത്തും. എന്നിട്ട് ഇതിനെ മിഹ്റാബോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ട് എപ്പോഴും ഈ ഒരു കാര്യം. മിഹ്റാബ് ആണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ അതാണിത്. പിന്നെ വന്നു കഴിഞ്ഞാൽ വരാന്തയിൽ ഇങ്ങനെ അവരെ വിളിച്ചിട്ട്, ഇപ്പോൾ വിളിക്കാൻ പോയിട്ടുണ്ട് ബ്രദറൊക്കെ. വിളിച്ചിട്ട് വരുമ്പോൾ അവരെ വന്നിട്ട് കാല് കഴുകാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ അവരെ കാല് കഴുകിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നത്. അപ്പോൾ കയറിയിട്ട് ഇവിടെ നിന്നാണ് സംഭവങ്ങൾ. അപ്പോൾ കാല് കഴുകിയിട്ട് വന്നിട്ട് ഇവിടെ വന്നിരിക്കും. അപ്പോൾ അവർ വന്നിരുന്നിട്ട് പിന്നെ ദഫ് മുട്ടൊക്കെ ആയിരിക്കും. ഫുള്ളായിട്ട് ബൈത്തൊക്കെ പാടിയിട്ട് ദഫായിരിക്കും ഫുള്ളുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സൈഡിലാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് നേർച്ചക്കാർക്ക് വേണ്ടി പലഹാരമൊക്കെ ഉണ്ടാക്കും. നമ്മുടെ നബിദിനത്തിനൊക്കെ ഉണ്ടാക്കിയില്ലേ, അതേപോലെ. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഒന്നൊന്നും ചേട്ടിക്കണ്ടേ? ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ തെളിയിക്കണ്ട അവരെ വന്ന അവരെ മേലത്തേക്ക് തേക്ക്. ഓക്കെ. കോക്കനട്ട് ഓയിലും അതേപോലെ നല്ല അത്തറും വെച്ചിട്ട്, ഊതാണ് അത്തറും വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യും. ഈ ഓയിലും ഇതും രണ്ടും മിക്സ് ചെയ്തിട്ട് അവർ വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യുന്നത് ഇത് നമ്മൾ തേച്ചൊക്കെ കൊടുത്തിട്ടാണ്. അപ്പം ഇതൊരു ചെറിയ ആചാരമാണ് ഇവിടുത്തെ. അവർക്ക് കൈക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് എത്തിച്ചു കൊടുക്കും. നല്ല സ്മെല്ലായിരിക്കും. ഇതുപോലെ തടവി കൊടുക്കും. നമ്മൾ നിലവിളക്കിൻ്റെ ഇവിടെ കൊണ്ടുപോയി വയ്ക്കും. ഇത് നിലവിളക്കിന് തിരി കൊളുത്തും. ആ സമയത്താണ് കൊളുത്തുന്നത്. ഓക്കെ. അപ്പം ഇതിവിടെ വയ്ക്കും. ഇതിന് വേണ്ടിയുള്ള ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ എന്തോ സംഭവങ്ങളൊക്കെ വെക്കാറുണ്ട്. രണ്ട് പള്ളിക്കാരെയാണ് നമ്മൾ ഒരു വർഷത്തേക്ക് 2 പള്ളിക്കാർ, മുഹിദ്ദീൻ പള്ളിക്കാരുടെ ദിക്റാണ് ഇന്ന്. അപ്പോൾ അവരെ വിളിക്കാൻ പോയിട്ടുണ്ട് ബ്രദറും റെമിനോ ഒക്കെ. പിന്നെ വരാൻ പോകുന്നത് വേറൊരു പള്ളിയാണ്.
അത് ഒരു 2 days കഴിഞ്ഞിട്ട്. ആ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടേ മേലുള്ള ഓക്കെ. ആ ഓക്കെ. വാപ്പയാണ് ഈ പരിപാടി എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ആ ക്കാർ വരാനാവുമ്പോൾ ഊത് ഇങ്ങനെ കത്തിച്ചു കൊടുക്കും, പുകച്ചു കൊടുക്കും. ഭയങ്കര സ്മെല്ലായിരിക്കും, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഊതെന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ കുന്തിരിക്കം പോലെ. വാവുട്ടി ഓയ്, ഇവിടെ ഒരാൾ വൻ കച്ചറ. ഓക്കെ, തിക്കർ കാണാൻ ലൈക്കോണുങ്ങ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. നൈറ്റ് ആരെങ്കിലും ഇങ്ങനെ കണ്ണാടി വെക്കാത്തേ? അയ്യോ, إمام الأشرار والأرباب كل من السماوات
ഇനി ദഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ കൊടുക്കുന്നത് തേങ്ങാച്ചോറും പിന്നെ ബീഫ് കറിയായിരുന്നു, നാടൻ ബീഫ് കറി. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഫ്രഷ് ബീഫ് കിട്ടാറില്ല, ഗവൺമെൻറ് ഇവിടെ അലൗ ചെയ്യാറില്ല. അതുകൊണ്ട് പലതും ഫ്രോസൺ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പല പരിപാടികളിലും ചിക്കൻ അല്ലെങ്കിൽ മട്ടനാണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഈ ദിക്കർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന രീതിയിലും എന്തൊക്കെയോ ചില വ്യത്യാസമുണ്ട്. നമ്മുടെ എല്ലാ പരിപാടിയും പോലെയൊന്നുമല്ല. ഇങ്ങനെ ഫസ്റ്റ് വിളമ്പുന്നതൊക്കെ മാറ്റി വെക്കണം, അത് രണ്ടാമത് വിളമ്പുന്നതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെയും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിളമ്പുന്ന സമയത്ത് അവർ പറയും ഇത് ഫസ്റ്റ് വിളമ്പിയത് മാറ്റി വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ദിക്കറിൻ്റെ ഒരു രീതി. അപ്പോൾ കാലങ്ങളായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. എതിലിനും വെച്ചോ കൈ വെച്ചോ. അത് ഗസ് ചെയ്യാരാന്ന്, ഇതാരെന്ന് ചൊല്ലു. പൊതുവെ ദഫിൻ്റെ പരിപാടിയൊക്കെ കഴിയാൻ കുറേ ലേറ്റാവും. എപ്പോഴും ഒരു 11:30-12 മണിയൊക്കെ ആവാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കുട്ടി കസിൻസൊക്കെ കൂടിയിട്ട് അവരുടേതായിട്ടുള്ള കുറേ ഒരു ഗ്യാതറിങ് പോലെയാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഫാമിലി പരിപാടിക്കൊക്കെയാണ് എല്ലാവരും കൂടി ഒത്തുചേരുന്നതും. പിന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തെങ്കിലും ഗെയിംസും അതിൻ്റെ ഒക്കെ പിറകെ ആയിരിക്കും. My daddy. Super body. പിന്നെ ദഫും അവർ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീമാനി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ഒരാളുണ്ടാവും. തീമാനിക്ക് ഫുഡ് കൊടുക്കണം, അതൊരു ആചാരമാണ്. ലാസ്റ്റ് പോകുമ്പോൾ ഒരു പൊതിച്ചോറ് അവർക്ക് കൊടുക്കണം. അത് പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചറാണ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനെ വലിയ രീതിയിലൊന്നും ഫുഡൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി അന്ന് കൊടുത്ത് അതൊരു സിസ്റ്റമായി മാറിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു പാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് അവർ പിരിഞ്ഞു പോകുമ്പോൾ അതിന്ന് ഒരാൾക്ക് കൊടുത്തുവിടും അവരുടെ വീട്ടിലേക്ക്. തിക്കറി കണ്ടി എന്നാ മോൾ ഹരമുണ്ടാഞ്ഞി എവിടെ